നമസ്കാരം, രമ്യാസ് മാത്സ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ ഐസോസ്ലെസ് ട്രയാങ്കിൾസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഐസോസ്ലെസ് ട്രയാങ്കിളും ഇക്വിലാറ്ററൽ ട്രയാങ്കിളും. അപ്പോൾ എന്താ ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ? ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ അതിന് എന്ത് പേര് പറയുന്നത്? ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഐസോസ്ലെസ് ട്രയാങ്കിളും അപ്പോൾ അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഐസോസ്ലെസ് ട്രയാങ്കിളിൽ രണ്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താ എഴുതിയിരിക്കുന്നത് നോക്കിക്കേ. ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ, if two sides of a triangle are equal, the angles opposite these sides are also equal. If two sides of a triangle are equal, then the angles opposite to these sides are also equal. എന്താണ്, ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് എങ്കിൽ ആ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇത്രയും നേരം നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ഉണ്ടായിരുന്നു അല്ലേ? ആ രണ്ട് ട്രയാങ്കിൾസിലാണ് എന്ത് നമ്മൾ ചെക്ക് ചെയ്തത്? SSS ഉണ്ടോ, SAS ഉണ്ടോ, ASA ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തത്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരൊറ്റ ട്രയാങ്കിളേ ഉള്ളൂ. ആ ഒരു ട്രയാങ്കിളിനകത്ത് തന്നെ നമ്മൾ നോക്കണം അതിൻ്റെ ആംഗിൾസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കതിന് പേരെന്ത് പറയാം? ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണെന്ന് പറയാം. അപ്പോൾ ABC എന്ന് പറയുന്നത് ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. ഒരു എക്സാമ്പിൾ, ABC എന്ന് പറയുന്ന ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. തന്നിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ചിട്ട് ടു സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ രണ്ട് സൈഡ് ഞാൻ എന്ത് കൊടുത്തു? 6 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, ABC എന്ന് പറയുന്ന ഐസോസ്ലെസ് ട്രയാങ്കിളിൻ്റെ AC BC ആ രണ്ട് സൈഡ്സും 6 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി പറയണം, നമുക്ക് കാണണം എങ്ങനെ എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസും ഈക്വൽ ആണെന്ന് കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ ഏതൊക്കെയായിരിക്കും ആംഗിൾ? നോക്കിക്കേ, നമ്മുടെ AC-ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ B. അതുപോലെ BC-ക്ക് ഓപ്പോസിറ്റ് ഏതാ വരുന്നത്? ആംഗിൾ A. ഇത് രണ്ടും ഈക്വൽ ആണ് എന്നാണ് ഇവിടെ പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അത് ശരിയാണോ? അങ്ങനെയാണോ വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതെങ്ങനെയാ വരുന്നത്, അതെങ്ങനെയാ ശരിയാവുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, രണ്ട് ട്രയാങ്കിൾസ് ആണെങ്കിൽ നമുക്ക് അറിയാൻ ചെയ്യാൻ. ഇവിടെ ഇപ്പോൾ ഒരൊറ്റ ട്രയാങ്കിൾസേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ബേസ് ഏതാണ്? AB. ABയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇപ്പോൾ AB ഒരു 10 സെൻറ്റിമീറ്റർ ലെങ്ത് ആണെങ്കിൽ 5 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ മിഡ് പോയിന്റ് ഇവിടെയല്ലേ വരുന്നത്. അപ്പോൾ അതുപോലെ ABയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. ഓക്കെ, എന്നിട്ട് ചെയ്തത് സിയിൽ നിന്നും ആ എമ്മിലേക്ക് ഞാനൊരു ലൈൻ വരച്ചു. എന്തിലേക്കാണ് വരച്ചത്? സിയിൽ നിന്നും ABയുടെ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു. അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഇപ്പോൾ എത്ര ട്രയാങ്കിൾ കിട്ടി? നമ്മുടെ ഉണ്ടായിരുന്ന ഒരു വലിയ ട്രയാങ്കിൾ ഇപ്പോൾ ഇതേ രണ്ട് കുഞ്ഞു ട്രയാങ്കിൾസ് ആയിട്ട് മാറി. ഇനി നമുക്ക് മറ്റേ പ്രോപ്പർട്ടീസ് ഏതെങ്കിലും ഉണ്ടോ എന്ന് യൂസ് ചെയ്യാമല്ലോ അല്ലേ? ഇപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഇപ്പം നമുക്ക് തന്നിരുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്ത കാര്യവും ഒക്കെ ഇവിടെ എഴുതണം. എന്തായിരുന്നു? ഹിയർ ABC is an isosceles triangle. Then AC is equal to, ABCക്ക് എന്തൊക്കെ ഈക്വൽ ആയിരുന്നു? ACയും BCയും ഈക്വൽ ആയിരുന്നു. പിന്നെ നമ്മൾ എന്തെടുത്തു? M എന്തായിട്ടാണ് എടുത്തത്? M ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB. M ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? AM-ന്റെ ലെങ്തും BM-ന്റെ ലെങ്തും ഈക്വൽ ആയിരിക്കും ആണല്ലോ. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആയിരിക്കുമല്ലോ. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെടുക്കണം? രണ്ട് ട്രയാങ്കിൾസ് എടുക്കണം. ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആയാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ആംഗിൾസ് നമുക്ക് ഈക്വൽ ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. നമുക്ക് ആദ്യം ഇവിടെ എന്ത് എഴുതണം? കൺസിഡർ ട്രയാങ്കിൾസ് AMC ആൻഡ് ട്രയാങ്കിൾ BMC. ഏതൊക്കെ ട്രയാങ്കിൾ ആണ്? കൺസിഡർ ട്രയാങ്കിൾ AMC ആൻഡ് ട്രയാങ്കിൾ BMC. ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യുക. അതിനകത്ത് എങ്ങനെയാണ്? AC ഈസ് ഈക്വൽ ടു BC, then AM ഈസ് ഈക്വൽ ടു BM. ഇപ്പോൾ രണ്ട് സൈഡ് കിട്ടിയല്ലേ? SS ഉണ്ട്. അപ്പോൾ എസ്സും എസ്സും ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വരണം? ഒന്നുകിൽ SS വരണം അല്ലേ, അല്ലെങ്കിലോ SAS വരണം.
ഇതിനിടയിലുള്ള ആംഗിളിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിയാവോ? ഈ രണ്ട് സൈഡ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ആംഗിളിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? ഇല്ല. അത് ഈക്വൽ ആണോ അല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? ഇത് എടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ നമുക്ക് SSS വെച്ചിട്ട് ഈക്വൽ ആക്കാൻ പറ്റുമോ എന്ന് നോക്കാം. SSS വേണമെങ്കിൽ രണ്ട് സൈഡായി, ഇനി മൂന്നാമത്തെ സൈഡും കൂടെ ഈക്വൽ ആണോ നോക്കിയാൽ പോരെ. ഇവിടുത്തെ മൂന്നാമത്തെ സൈഡ് നമ്മുടെ CM ആണ്. CM രണ്ട് ട്രയാങ്കിളിലും ഈക്വൽ ആണോ നോക്കിക്കേ എന്ന്. ഈ CM എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിന്റെ സൈഡാണ് അല്ലെ. അതുപോലെ ഈ ട്രയാങ്കിളിന്റെയും സൈഡല്ലേ CM. CM വെച്ച് കട്ട് ചെയ്താൽ രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന സൈഡാണ് CM. Therefore CM is equal to CM. എന്ത് സൈഡാണ്? കോമൺ സൈഡാണ്. ഓക്കെ, ഇപ്പോ നമുക്ക് എന്ത് കിട്ടി? ഈ രണ്ട് ട്രയാങ്കിൾസും എന്ത് ട്രയാങ്കിൾസ് ആണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ട്രയാങ്കിൾ AMC ആൻഡ് ട്രയാങ്കിൾ BMC ആർ ഈക്വൽ. കാരണം എന്താണ്? The three sides of one triangle are equal to three sides of another triangle. Therefore the two triangles are equal. ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡും മറ്റൊരു ട്രയാങ്കിളിന്റെ മൂന്ന് വശത്തോടും ഈക്വൽ ആയിട്ട് വന്നാൽ ട്രയാങ്കിൾസിനെ നമുക്ക് എന്ത് പറയാം? തുല്യ ത്രികോണമാണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ് എന്ന് പറയാം. ആണല്ലോ. അങ്ങനെ ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. നോക്കിക്കേ, ഇവിടെ നമുക്ക് തെളിയിക്കേണ്ടത് എയും ബിയും ആണ്. അത് ആർക്ക് ഓപ്പോസിറ്റ് ആണ്? CMന് ഓപ്പോസിറ്റ് ആണ് ഇവിടത്തെ A വരുന്നത്. ഇവിടെയും CMന് ഓപ്പോസിറ്റ് ആണ് B വരുന്നത്. അതുകൊണ്ട് എയും ബിയും എന്തായിരിക്കും? ആംഗിൾ A is equal to ആംഗിൾ B. ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ്. ഈക്വൽ ട്രയാങ്കിൾസിന്റെ ഈക്വൽ വശത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇപ്പൊ നോക്കിക്കേ, നമുക്ക് എന്ത് കിട്ടി? ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് കിട്ടി. എന്താ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്? ഈ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്നാണല്ലോ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് എങ്കിൽ എന്ത് ഈക്വൽ ആയിരിക്കും? ആ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഐസോസ്ലെസ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസും ഈക്വൽ ആണ്. If two sides of a triangle are equal, the angles opposite these sides are also equal. ഇനി ഇതിനെ നേരെ തിരിച്ചൊന്ന് നോക്കാം. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. എങ്ങനെയാണ്? ഇവിടെ സൈഡ്സ് തന്നിരുന്നപ്പോൾ ഈക്വൽ ആണെന്ന് തന്നിരുന്നപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു ആംഗിൾസും ഈക്വൽ ആണെന്ന്. ഇവിടെ നേരെ തിരിച്ചാണ് തന്നിരിക്കുന്നത്. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്കിൽ സൈഡ്സ് ഈക്വൽ ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നോക്കിക്കേ, the two angles of a triangle are equal. Then the sides opposite equal sides are equal. അങ്ങനെയാണ് എങ്കിൽ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ്സും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. The sides opposite to equal angles are equal. ഇവിടെ ABC എന്ന് പറയുന്ന ട്രയാങ്കിളില് ആംഗിൾ Aയും Bയും 50 ഡിഗ്രി വെച്ചിട്ട് തന്നിട്ടുണ്ട്. That means they are equal. രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. ഇനി ഈ സൈഡിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല, അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയത്തുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ സൈഡ് അറിയാത്തത് കൊണ്ട് നമുക്ക് SSS വെച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഏതൊക്കെയാണ്? ASAയും SASും ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ആംഗിളും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. മിഡ് പോയിന്റ് എടുത്തല്ല ഞാൻ വരയ്ക്കുന്നത്. ഇപ്പൊ P എന്ന് കൊടുക്കുക അല്ലേ. P എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. ഞാൻ എന്താ ചെയ്തത്? C എന്ന് പറയുന്ന വേർട്ടക്സിൽ നിന്നും AB-യിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അത് എവിടെയാ മീറ്റ് ചെയ്യുന്നതെന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ എന്ത് വരച്ചു? പെർപെൻഡിക്കുലർ വരച്ചു. മിഡ് പോയിന്റ് ആണോ അല്ലേന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഇനി നോക്കിക്കേ, ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? രണ്ട് ട്രയാങ്കിൾസ് കിട്ടി. അപ്പോൾ അത് എഴുതാലോ. എന്താ എഴുതേണ്ടത്? ഫസ്റ്റ് വൺ, കൺസിഡർ ട്രയാങ്കിൾ APC ആണല്ലോ. ആൻഡ് അടുത്ത ട്രയാങ്കിളിന്റെ പേര് നോക്കിക്കേ, BPC. APCയും BPCയും കൺസിഡർ ചെയ്യാം. അതിനകത്ത് തന്നിട്ടുണ്ട് എന്താണ്? ആംഗിൾ Aയും ആംഗിൾ Bയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് ആണല്ലോ. ശരി, പിന്നെ നോക്കിക്കേ, ഇവിടെ Pയുടെ ആംഗിൾ എത്രയാണ്? നമ്മൾ പെർപെൻഡിക്കുലർ ആണ് വരച്ചത്. അപ്പോൾ അത് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും ആണല്ലോ. അപ്പോൾ അതെങ്ങനെ എഴുതാം? ആംഗിൾ APC, ഈ ട്രയാങ്കിളിലെ APCയും ഈ ട്രയാങ്കിളിലെ BPCയും എത്ര വെച്ചിട്ടാണ്? 90 ഡിഗ്രി വെച്ചിട്ടാണ്. ഓക്കെ, ഇനി അപ്പോൾ രണ്ട് ആംഗിൾസ് ആയി. ഇപ്പോൾ രണ്ട് ആംഗിൾസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇനി എന്ത് ചെയ്യണം? ഈ രണ്ട് ആംഗിൾസിന് ഇടയിൽ വരുന്ന സൈഡ് ഈക്വൽ ആണെന്ന് പറയാൻ വല്ല മാർഗം ഉണ്ടോ നോക്കിക്കേ. ദാറ്റ് മീൻസ് ASA പറയാൻ പറ്റുമോ എന്ന് നോക്കാം നമുക്ക്. ASA രണ്ട് ആംഗിളും അതിനിടയിൽ വരുന്ന സൈഡ്.
ഇതാണ് നമുക്ക് കിട്ടിയ രണ്ട് ആംഗിൾ അല്ലേ. ഇതിനിടയിലുള്ള ഈ സൈഡിനെ കുറിച്ച് നമുക്ക് അറിയാവോ? ഇല്ല. മിഡ് പോയിന്റ് ആണ് എടുത്തിരുന്നെങ്കിൽ പറയായിരുന്നു, പക്ഷെ ഇപ്പം മിഡ് പോയിന്റ് അല്ല എടുത്തത്. അപ്പോൾ ASA വെച്ചിട്ട് പറയാൻ പറ്റില്ല. സൈഡ്സിനെ കുറിച്ച് ഒന്നും അറിയില്ല, അപ്പോൾ SSS യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഏതാണ്? SAS ഉണ്ട്. അതുപോലെ തന്നെ ASA എവിടെ ഇരുന്നോട്ടെ, നമുക്ക് ചിലപ്പോൾ ഇനി യൂസ് ചെയ്യാൻ വന്നാൽ ഇവിടെ മൂന്നാമതൊരു ആംഗിളും കൂടെ ഉണ്ടല്ലോ. ഇവിടെയല്ലേ നമുക്ക് നമ്മുടെ SAS യൂസ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ അതവിടെ കിടന്നോട്ടെ. ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, നമുക്കിനി ഒരു ആംഗിളും കൂടെ കണ്ടുപിടിക്കാനുണ്ട്, അതുകൊണ്ട് അതും കൂടെ അവിടെ കിടന്നോട്ടെ. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടിയിൽ ഏതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് രണ്ടും അറിയാമെങ്കിൽ ഇവിടുത്തെ ആംഗിൾ നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? പറ്റില്ല. ഈസി ആയിട്ട് എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ കൂട്ടുക, 50യും 90യും കൂടെ കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യണം? 180ൽ നിന്ന് മൈനസ് ചെയ്താൽ പോരെ? മൂന്ന് ആംഗിളും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 180 കിട്ടും. അപ്പോൾ എന്താണ്? 90യും 50യും കൂടിയിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 140 ഡിഗ്രി വരും. അപ്പോൾ 180യിൽ നിന്നും എന്താണ് 140 മൈനസ് ചെയ്താൽ ബാക്കി എത്ര കിട്ടും? 40 ഡിഗ്രി കിട്ടും അല്ലേ. ഇവിടെയും അതുപോലെ തന്നെയല്ലേ വരുന്നത്? 40 ഡിഗ്രി കിട്ടും. നോക്കിക്കേ, ഇവിടുത്തെ ആംഗിൾ എന്താണ്? പരസ്പരം ഈക്വൽ ആയത് കണ്ടോ? ഏത് ആംഗിള്? ആംഗിൾ ACP ഈസ് ഈക്വൽ ടു ആംഗിൾ BCP. ACPയും BCPയും ഈക്വൽ ആയി. അപ്പോൾ രണ്ട് ആംഗിൾസ് ഇവിടെ ഈക്വൽ ആയിട്ട് വന്നു. ഇപ്പൊ നമുക്ക് മൂന്ന് ആംഗിൾസും പരസ്പരം ഈക്വൽ ആണ്. AAA വെച്ചിട്ട് ഇപ്പൊ തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. AAA വെച്ചിട്ട് നമുക്ക് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റില്ല. ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുതായിട്ട് വരാം അല്ലേ. മൂന്ന് ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ ട്രയാങ്കിൾസ് വലുതും ചെറുതുമാക്കി നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ അത് ഈക്വൽ ആകില്ല. പിന്നെ നോക്കിക്കേ, ഒന്നും കൂടെ ഒന്ന് നോക്കിക്കേ. നമ്മുടെ എന്താണ് ASA തന്നെ ഒന്നുകൂടെ ഒന്ന് പിടിച്ചു നോക്കാം. ASA പറ്റുമോ ഒന്നും കൂടെ നോക്കിക്കേ. ഈ സൈഡല്ലേ പറ്റാതിരുന്നത്? ഈ സൈഡ് നോക്കിക്കേ. CP എന്ന് പറഞ്ഞ സൈഡ് എടുത്ത് നോക്കിക്കേ. CP എങ്ങനെയായിരിക്കും രണ്ട് ട്രയാങ്കിൾസിലും? ഈ ട്രയാങ്കിളിലും കോമൺ ആയിട്ട് വരുന്ന സൈഡല്ലേ CP. ഓക്കെ, അപ്പൊ CP ഈസ് ഈക്വൽ ടു CP. എന്ത് സൈഡാണ്? നമ്മുടെ കോമൺ സൈഡാണ്. നോക്കിക്കേ, ഒരു ആംഗിള് ഒരു സൈഡ് ഒരു ആംഗിൾ, അതായത് ഒരു സൈഡിന്റെ രണ്ട് വശത്തായിട്ട് 90യും 40യും. ഈ ട്രയാങ്കിളിലും എന്താണ് CP എന്ന് പറയുന്ന ഒരു സൈഡ് കോമൺ ആയിട്ടുണ്ട്, അതിന്റെ എൻഡിലായിട്ട് 90യും ഉണ്ട് 40യും ഉണ്ട്. അപ്പൊ ഏത് റൂളാണ്? നമ്മുടെ ASA വെച്ചിട്ട് ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണ്? ഈക്വൽ ട്രയാങ്കിൾ ആണ്. എങ്ങനെ പറയാം? one side of one triangle and the angle at its ends are equal to one side and angle at the ends of another triangle, then the triangles are equal. ഒരു ട്രയാങ്കിളിന്റെ ഒരു വശവും അതിന്റെ രണ്ടറ്റത്തും വരുന്ന കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ ഒരു വശത്തിനും അതിന്റെ അറ്റത്ത് വരുന്ന എന്താണ് കോണുകൾക്കും ഈക്വൽ ആയതുകൊണ്ട് ആ രണ്ട് ത്രികോണങ്ങളും എന്തായി? ഈക്വൽ ആയി, തുല്യ ത്രികോണങ്ങളായി അല്ലേ. ഈക്വൽ ട്രയാങ്കിൾസ് ആണ് എങ്കിൽ എന്താ പ്രത്യേകത? ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ്സ് ഈക്വൽ ആയിരിക്കില്ലേ ഈക്വൽ ആംഗിൾസിന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇവിടെ 90 ആണ്, അപ്പൊ അതിന് ഓപ്പോസിറ്റ് ഇവിടെ AC വരുന്നുണ്ട്. ഈ ട്രയാങ്കിൾ ഇവിടെ എത്ര ഡിഗ്രി? 90 ഡിഗ്രി ആണ്. അതിന് ഓപ്പോസിറ്റ് ഇവിടെ എന്ത് വരുന്നുണ്ട്? BC വരുന്നുണ്ട്. അപ്പോ എന്ത് പറയാം നമുക്ക്? ACയും BCയും ഈക്വൽ ആണെന്ന് പറയാം. നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന എന്താണ്? Aയും Bയും ഈക്വൽ ആയപ്പോൾ നമുക്കിപ്പോ കിട്ടി ACയും BCയും ഈക്വൽ ആണെന്ന്. ഒരു ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ, രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് എങ്കിൽ ആ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ത്രികോണം ഐസോസിലസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു? ACയും BCയും ഈക്വൽ ആയപ്പോ Aയും Bയും ഈക്വൽ ആണെന്ന് കിട്ടി. ഇവിടെ Aയും Bയും ഈക്വൽ ആയപ്പോ എന്ത് കിട്ടി? ACയും BCയും ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പൊ ഇതാണ് ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത. ഐസോസിലസ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും. ആ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടിയും കൂടെ ഒന്ന് നോക്കാം. ഇവിടെ ABC എന്ന് പറയുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. എല്ലാ സൈഡ്സും 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടി എന്താന്ന് നോക്കിക്കേ. In any equilateral triangle, all angles are 60 degree. Equilateral triangle, ഏത് equilateral triangle എടുത്താലും അതിന്റെ എല്ലാ ആംഗിൾസും 60 ഡിഗ്രി വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ എല്ലാ സൈഡ്സും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ എല്ലാ സൈഡ്സും എത്ര വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്? 6 സെന്റിമീറ്റർ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ.
ഇവിടെ നമുക്ക് ഐസോസ്ലെസ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി അറിയാം അല്ലേ? രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് എങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ എടുക്കാം. ഏതാണ്? എ സിയും ബി സിയും ഈക്വൽ ആണ്. എ സിയും ബി സിയും ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? എ സിക്ക് ഓപ്പോസിറ്റ് ആരാണെന്ന് നോക്കിക്കേ. എ സിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ബി. അതുപോലെ ബി സിക്ക് ഓപ്പോസിറ്റ് ആരാണ്? ആംഗിൾ എ. അപ്പോൾ എ സിയും ബി സിയും ഈക്വൽ ആണെങ്കിൽ ഏതൊക്കെ ഈക്വൽ ആയിരിക്കും? ആംഗിൾ എയും ബിയും ഈക്വൽ ആയിരിക്കും ആണല്ലോ. ഇനി എ ബിയും എ സിയും എന്താണ്? രണ്ടും 6 അല്ലേ? ആണല്ലോ. അപ്പോൾ എ ബിയും എ സിയും ഈക്വൽ ആണ്. എ ബിയും എ സിയും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ബിയും എ സിയും ഈക്വൽ ആണെങ്കിൽ എ സിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ബിയും എ ബിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ സിയും ഈക്വൽ ആണ് ആണല്ലോ. ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണ് അല്ലേ? നോക്കിക്കേ, ആംഗിൾ എയും ബിയും ഈക്വൽ ആണ്, ബിയും സിയും ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഏതൊക്കെ ഈക്വൽ ആയിരുന്നു സൈഡ്സ്? എ സിയും ബി സിയും എ ബിയും ഈക്വൽ ആയിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? ആംഗിൾ എ ആംഗിൾ ബിക്ക് ഈക്വൽ ആണെന്ന് കിട്ടി, ആംഗിൾ ബി ആംഗിൾ സിക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. 3 സൈഡ്സ് ഈക്വൽ ആയപ്പോൾ 3 ആംഗിൾസും ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യും? ഈ 3 ആംഗിൾസും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? ട്രയാങ്കിൾ അല്ലേ? കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും ആണല്ലോ. എയും ബിയും സിയും കൂടെ കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. 3 പേരും ഈക്വൽ അല്ലേ? അപ്പോൾ ഓരോരുത്തരും എത്ര വെച്ചിട്ടായിരിക്കും? ആംഗിൾ എ ആംഗിൾ ബി ആംഗിൾ സി എന്ന് പറയുന്നത് 180 എത്ര വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക? 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. എത്രയാ കിട്ടുന്നത്? 60 ഡിഗ്രി. അപ്പോൾ ഓരോരുത്തരും എത്ര വെച്ചിട്ട് വരണം? 60 ഡിഗ്രി വെച്ചിട്ട് വന്നാലേ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എത്ര വരുള്ളൂ? 180 വരത്തുള്ളൂ. 60 60 60 3 പേരും ഈക്വലും ആകണം. 3 പേരും കൂടെ കൂട്ടിയാൽ 180 കിട്ടണം അല്ലേ? അപ്പോൾ ഓരോരുത്തരും എത്ര വെച്ചിട്ട് വരും? 60 ഡിഗ്രി വെച്ചിട്ട് ഓരോരുത്തരും വരും. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, എല്ലാ ആംഗിൾസും 60 ഡിഗ്രി വെച്ചിട്ടുമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പഠിച്ചത്? ഐസോസ്ലെസ് ട്രയാങ്കിൾ എങ്ങനെയായിരിക്കുന്നത്? നമുക്കറിയാം, 2 സൈഡ്സ് ഈക്വൽ ആകുന്ന ഫിഗറിനെയാണ് ട്രയാങ്കിൾസിനെയാണ് നമ്മൾ ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി മുതൽ 2 ആംഗിൾസ് ഈക്വൽ ആയാലും നമുക്ക് എന്ത് പറയാം? അതിനെ ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഐസോസ്ലെസ് ട്രയാങ്കിൾ ആകാൻ 2 സൈഡ്സ് ഈക്വൽ ആകാം, 2 ആംഗിൾസ് ഈക്വൽ ആകാം. പിന്നെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ എന്ത് പ്രോപ്പർട്ടിയാണ് പഠിച്ചത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും ഈക്വൽ ആണ്. ഓരോന്നും എത്ര വെച്ചിട്ടാണ്? 60 ഡിഗ്രി വെച്ചിട്ടാണെന്നും കിട്ടി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഈ പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് ക്ലാസ് നിർത്തുന്നു. വീണ്ടും കാണാം. താങ്ക്